ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം അറിയേണ്ട ഹാക്കിംഗ് എന്ന ടേം എന്താണ്. ഹാക്കിംഗ് എന്ന ടേം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാ ബേസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്റ്റോറേജിൽ നിന്നോ ഡാറ്റ അവരുടെ അതോറിറ്റി അറിയാതെ തന്നെ ഡാറ്റ പിക്ക് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാക്കിംഗ് ചെയ്യുന്നവരെയാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് തന്നെ 10 വിധമുണ്ട്. പക്ഷെ 10 വിധത്തിൽ 3 വിധമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വിധമാണ് ഞാൻ പറയുന്നത്. 3 ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കർ. വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷന് വേണ്ടിയാണ് അത് നമ്മൾ കൂടുതലും അവരെ നിയോഗിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ഡാറ്റ, ഫോർ എക്സാമ്പിൾ ബാങ്കിങ് ഡാറ്റ, അവരുടെ റിലേറ്റഡ് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് സോഫ്റ്റ്വെയർ ആകാം, ഫയർവാൾ ആകാം, ഇതിലൊക്കെയുള്ള ലൂപ്പ് ഹോൾസ് കണ്ടെത്തിക്കൊണ്ട് അത് ഫിക്സ് ചെയ്ത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിൻ്റെ കൈ വീഴാതെ സൂക്ഷിക്കുന്നതിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ശരിക്കും ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അതാണ്. പിന്നെ ഉള്ളതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ശരിക്കും ഇവരെ എത്തിക്സ് ഇല്ലാത്ത ഹാക്കേഴ്സ്, അതായത് സൈബർ ക്രിമിനൽസ് എന്ന് പറയും. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും ഒരു ട്രോജനോ ഒക്കെ കയറ്റി വിട്ടിട്ട് നമ്മുടെ ഡാറ്റ കളഞ്ഞിട്ട് ആ ഡാറ്റ അവരുടെ സെർവറിലേക്ക് മാറ്റിയിട്ട് അതിനുള്ള കാശ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക. അതാണ് ശരിക്കും അവർ ചെയ്യുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ്, അവർക്കൊരു എത്തിക്സും ഇല്ല. അപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനെ നമ്മൾ കൂടുതലും പറയുന്നത് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരെ സൈബർ ക്രിമിനൽസ് എന്ന് പറയും. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, അവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇത് രണ്ടും കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലതിന് വേണ്ടിയും ചെയ്യും, അവർക്ക് തോന്നുമ്പോൾ അവർ, അപ്പോൾ അവർക്കും എത്തിക്സ് ഒന്നും ഇല്ല, ചില കേസിൽ എത്തിക്സ് വെച്ച് വർക്ക് ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ളതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോയുടെ കീഴിൽ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു.